There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not here. Hi all, welcome to Gardening Guide. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ബാൽക്കണി മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പം ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ബാൽക്കണിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ചട്ടികളാണ്. ഇത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിൽ നമുക്കൊരു സ്ക്രൂ പിടിപ്പിച്ചിട്ട് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് സ്റ്റെയർ കേസിൻ്റെയോ അല്ലെങ്കിൽ ബാൽക്കണിയുടെയൊക്കെ സൈഡിൽ നമുക്ക് തൂക്കിയിടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു 6 കളറിൽ ആണ് ഈ ഒരു ചട്ടികൾ വന്നിട്ടുള്ളത്. അപ്പം ഈ ചട്ടികൾ ഫിക്സ് ചെയ്യലാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഇവിടെ ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസ് തമ്മിൽ നല്ല അകലം ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഒരു കമ്പെടുത്ത് കെട്ടിയിട്ട് എന്താ പറയുക പാരലായിട്ട് കെട്ടിയിട്ടാണ് ഇവിടെ ഇത് ഫിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ അടുപ്പിച്ചിട്ടുള്ള ഹാൻഡ് റെയിൽസ് ആണ് അല്ലെങ്കിൽ കമ്പികളാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ഇരുന്നോളും. ഇവിടെ ഇപ്പോൾ കുറച്ച് അകലം കൂടിയ കാരണം കൊണ്ട് ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് നമുക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കലാഞ്ചിയ പ്ലാന്റ്സ് ആണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെയാണ് നമുക്ക് അടുത്ത ചട്ടിയും വെച്ച് കൊടുക്കാം. ഇത് പിന്നെ ഹാൻഡ് റെയിലും ആ തിണ്ടും തമ്മിൽ അത്ര അകലില്ലാത്തതുകൊണ്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഈ ചട്ടിയോടെ ഇരുന്നു കേട്ടോ. ഇതിൽ കുറച്ച് ഇംപേഷ്യൻസ് പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ബാക്കി എല്ലാ ചട്ടികളും കൂടി ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം പല കളറിൽ 6 കളറിലാണ് ഈ ചട്ടികൾ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വയലറ്റ് കളറിലെ ചട്ടികളിൽ ഞാൻ ഹൈഡ്രാഞ്ചിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സ്പ്രിംഗ് ഒനിയൻ വെച്ചിട്ടുണ്ട്. നമ്മളെ സബോള മുളപ്പിക്കുകയാണ്. ഇപ്പോൾ ചൈനീസ് ഡിഷസൊക്കെ കുക്ക് ചെയ്യണവർക്കാണെങ്കിൽ എപ്പോഴും സ്പ്രിംഗ് ഒനിയൻ്റെ ആവശ്യം വരും. ഇപ്പം ഞാൻ സബോള എടുത്ത് മുളപ്പിച്ചിട്ട് ഈ ഇലയാണ് അതിലൊക്കെ ഇടാറുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നെർവ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫിറ്റോണിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടികളെല്ലാം താഴത്ത് ബാൽക്കണിയുടെ താഴത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നട്ടിട്ട് അതിനൊക്കെ വെള്ളമൊഴിച്ച് സെറ്റാക്കണം, എന്നാലാണ് നമുക്കത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം ഏകദേശം ആ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ലീനിങ് ആണ്. ഇവിടെ ആകെ വൃത്തിയില്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ടേബിളൊന്നും ഇല്ല. അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു പഴയ കാർഡ്ബോർഡ് പീസ് ഉണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് പീസും പഴയൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലൊരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ടേബിളിലേക്ക് വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലൊരു ലാമ്പ് ഉണ്ട്. അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വാട്ടർ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, ഈ വെള്ളത്തിൽ വെക്കുന്നത് പൈനാപ്പിൾ പ്ലാന്റ് ആണ്. പൈനാപ്പിൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, നമുക്ക് ഔട്ട്ഡോറിലും വെക്കാം. അപ്പോൾ വീട്ടിലേക്ക് പൈനാപ്പിളൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ താഴത്തെ ചീഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ വാടി നിൽക്കുന്ന കുറച്ച് ഇലകളൊന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് ഇതിനെ നല്ല അടിപൊളി ചെടിയാക്കിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട്, അതവിടെ വെക്കുകയാണ്. പിന്നെ ഇതുപോലൊരു ഫിറ്റോണിയ പ്ലാന്റ്സ് ഞാൻ ഈ ഒരു ബേർഡ് ഷേപ്പിലുള്ളൊരു പോട്ടിൽ നട്ടിട്ടുണ്ട്. പിന്നെ ഒരു സക്യുലൻസ് ഉണ്ട് ചെറുത്, അതും ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണ്. അത്രയും സാധനങ്ങളാണ് ഇവിടെ ഒരു ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ചെടികളെല്ലാതും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നെർവ് പ്ലാന്റ്സ് അല്ലാതും ഞാനിവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് താഴെ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഫുഡ് കണ്ടെയ്നേഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുകയാണെങ്കിൽ അത് കിട്ടുന്ന പാത്രങ്ങളുടെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള മൂടികളാണ്. അപ്പം ഇത് ഞാൻ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ വയ്ക്കുന്ന പാത്രമൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം ഈ ഒരു മൂടികളാണ് ഇതിൻ്റെ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ വയ്ക്കുന്നത്. അപ്പോൾ ബാൽക്കണി വെള്ളം ഒഴിച്ച് ആകെ വൃത്തികേടാവില്ലല്ലോ, അതും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു കാർപ്പറ്റാണ്, അതും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് ബുക്ക് വായിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ എൻ്റെ ഒരു ബാൽക്കണി മേക്ക് ഓവർ. സിമ്പിളായിട്ടുള്ള വളരെ മിനിമൽ ചെടികൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ബാൽക്കണി മേക്ക് ഓവർ ആയിരുന്നു കേട്ടോ.
അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.